Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi wa man tabi'ahum bi ihsanin ila yaumiddin. ഒരു ദിനം ഒരായത്ത് പ്രോഗ്രാമിന്റെ പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന്റെ കാരണമായി പരിശുദ്ധ ഖുർആൻ ഈ പഠന പരിപാടി അതിൻ്റെ നടുവിലെത്തിയിരിക്കുകയാണ്, പകുതി പിന്നിടുകയാണ്. 18-ാമത്തെ സൂറത്തുൽ കഹ്ഫിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കുകയും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പോരായ്മകളെല്ലാം പുറത്തു തരികയും വിട്ടുവീഴ്ച ചെയ്തു തരികയും ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ കഹ്ഫ് പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ, അഥവാ അബീസീനയിലേക്കുള്ള ഹിജ്റയുടെ മുമ്പ് ഇറങ്ങിയതായിട്ടാണ് മുഫസ്സിറുകൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുക്കുവാൻ വേണ്ടി മുശ്രിക്കുകൾ ചില തന്ത്രങ്ങൾ ഒപ്പിച്ചു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ ഇവനിത് എവിടുന്നോ ആരോടൊക്കെ ചോദിച്ചു പറയുകയാണ് എന്നാണ്. അപ്പോൾ മക്കയിൽ ആരോട് ചോദിച്ചാലും കിട്ടാത്ത കുറെ കഥകൾ ചോദിച്ചു കൊടുക്കുക എന്നതായിരുന്നു പരിപാടി. അതിനുവേണ്ടി മറ്റു നാടുകളിൽ ചെന്ന് ജൂതന്മാരെയൊക്കെ സമീപിച്ച് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നത് കൊണ്ടുവന്നു. അതിലൊന്നായിരുന്നു അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. അതുപോലെ മൂസ ഖളിർ സംഭവം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദുൽഖർനൈനിയെ പറ്റി ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ വിവരത്തിനായി ആരെങ്കിലുമൊക്കെ സമീപിക്കും. അവിടെ വെച്ച് നമുക്ക് പിടികൂടാം, അല്ലെങ്കിൽ അത് വെച്ച് ഇവൻ്റെ കള്ളി പൊളിക്കാം എന്നൊക്കെയായിരുന്നു അവർ കരുതിയിരുന്നത്. അങ്ങനെ ഈ ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി അവർ വെച്ച കെണി വിജയിച്ചു എന്ന ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പറയാൻ കഴിഞ്ഞില്ല, ഇനി നാളെയൊക്കെ ആകുമ്പോഴേക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഇത് പറഞ്ഞു തരും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ 15 ദിവസത്തേക്ക് ഇത് സംബന്ധമായ ഒരു വെളിപാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുകയുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന വലിയ സാംസ്കാരിക നായകനായി വിലസുന്ന ആള് വിജയം പ്രഖ്യാപിച്ചു. ഇതാ, മുഹമ്മദിന് ഇവിടെ ആരോടും ചോദിച്ചാൽ കിട്ടാത്തത് ഞാൻ ചോദിച്ചു, അതുകൊണ്ട് അത് അവന് പറയാനും കഴിയുന്നില്ല, അവൻ്റെ തട്ടിപ്പൊക്കെ പൊളിഞ്ഞു, തോറ്റിരിക്കുന്നു എന്നൊക്കെയുള്ള നിലയിൽ വലിയ പ്രചരണം അഴിച്ചുവിട്ടു. അതുപോലെ അബൂലഹബിൻ്റെ ഭാര്യയായ ഉമ്മു ജമീല, എന്താടോ തൻ്റെ ജിന്നു പോയോ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. കാരണം ഏതോ ജിന്ന് വന്ന് ഓതി കൊടുക്കുന്നതായിരുന്നു ഇതൊക്കെ എന്നായിരുന്നു അവരുടെയും ധാരണ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് സൂറത്തുൽ കഹ്ഫ് മുഴുവൻ ഒറ്റയടിക്ക് അങ്ങോട്ട് ഓതിക്കൊടുക്കുന്നത്. ഈ ഓതിക്കൊടുത്തതോടുകൂടി എല്ലാ ചോദ്യത്തിനും ഉത്തരമായി. അതിൻ്റെ അപ്പുറത്തും ചില ഉത്തരങ്ങൾ അതിലുണ്ടായി. അങ്ങനെ ആണ് സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നത്. സൂറത്തുൽ കഹ്ഫ് ചോദിച്ചു പറയിപ്പിച്ചതോടുകൂടി ചോദിച്ചവർക്ക് ശരിക്കും പണി കിട്ടി. സത്യാന്വേഷികളായ ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിയുന്നില്ല, അത് തന്നെ ഒരു തിരിച്ചറിവ് നൽകുന്ന സംഗതിയായിരുന്നു. അഥവാ
അങ്ങനെ എവിടുന്നെങ്കിലും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അതിന് നാളെ പറയാ എന്നല്ല പറയുക, പകരം അതിനുള്ള സാവകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുമായിരുന്നു. ഇനി അങ്ങനെ ചോദിച്ചു പറയുകയാണെങ്കിൽ ഈ ഇത്രയും വലിയ മാനക്കേട് വരുത്തി വെക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അഥവാ എതിരാളികൾ വിജയപ്രഖ്യാപനം നടത്തുന്നതിന്റെ മുമ്പ് തന്നെ സ്വയം അതങ്ങ് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അപ്പോൾ സ്വയം പറയുകയല്ല, മക്കയിൽ ആരിടത്തുനിന്നും കിട്ടുകയില്ല, അവിടെ ആരോടും ചോദിച്ചിട്ടുമില്ല. ഈ സൂറത്തിൽ തന്നെ ഒരിടത്ത് വലാ തസ്തഫ്തി ഫീഹിം അഹദ, ഈ കാര്യത്തിൽ അവരോട് യാതൊരുവിധ ഫത്വകളും ചോദിക്കരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ചോദിച്ചാൽ ജൂതപുരോഹിതന്മാർ പ്രത്യേകിച്ചും പറയും, മുഹമ്മദ് എൻ്റെ അടുത്ത് വന്നിരുന്നു ഈ ചോദ്യത്തിന് മറുപടി പറയാനുള്ള സഹായത്തിന് വേണ്ടി എന്ന് പ്രചരിപ്പിക്കും. അത് ഏറ്റുപിടിച്ച് മുശ്രിക്കുകൾ കണ്ടില്ലേ, രഹസ്യ സംഭാഷണം നടത്തിയിരിക്കുന്നു ജൂത ഇന്നവനുമായിട്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും ചോദിക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. അതോടുകൂടി സത്യാന്വേഷികൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് എന്ന്. അങ്ങനെ പൊളിക്കാൻ വേണ്ടി ഒപ്പിച്ച ഒരു വേല കൂടുതൽ ബോധ്യം വരുത്താനായി തീരുകയാണ് ചെയ്തത്. പിന്നെ ഇതിന്റെ കണ്ടന്റ് അത് 4 കഥകളാണ്. ആ 4 കഥകളും ചോദിച്ചവർക്ക് പണി കിട്ടുന്ന കഥകളാണ്. അഥവാ അസ്ഹാബുൽ കഹ്ഫ് ആ ചെറുപ്പക്കാർ 7 സ്ലീപ്പേഴ്സ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അവരുടെ ഗുഹ ജോർഡാനിൽ കാണാൻ കഴിയും. വേറെയും പല സ്ഥലത്തും അതാണെന്ന് അവകാശപ്പെടുന്ന ഗുഹകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിഷയം വരുമ്പോൾ അവിടുന്ന് നമുക്കത് വിശദീകരിക്കാം. ഏതായാലും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഉള്ള കഥ കേട്ടപ്പോൾ മനസ്സിലായി, മക്കയിലെ സത്യവിശ്വാസികളെ പോലെ തന്നെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റ് സത്യത്തിൽ ഉറച്ചു നിന്നിരുന്ന യുവാക്കളായിരുന്നു അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ എന്ന്. എന്നിട്ട് പിന്നീട് അവർ ഗുഹയിൽ അഭയം തേടുകയും എന്നാൽ പിന്നീട് നാടൊക്കെ മാറി ഇസ്ലാമിന് മേൽക്കൈയുള്ള, ഇസ്ലാമിന് സ്വാധീനമുള്ള, അധികാരമുള്ള നാട് ആയി മാറുകയും അങ്ങനെയുള്ള നാടിന്റെ കാലത്താണ് ഇവർ വീണ്ടും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അതോടുകൂടി ഇസ്ലാമിനെ കുറിച്ച് സത്യവിശ്വാസികൾക്ക് ശുഭപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് മാറുന്നത്. അബീസീനിയയിലേക്കുള്ള ഹിജ്റ തീരുമാനമാകുന്നതിൽ, അല്ലെങ്കിൽ ഹിജ്റക്ക് പ്രേരണയാകുന്നതിൽ ഈ സൂറത്തുണ്ട് എന്നത് വസ്തുതയാണ്. അസ്ഹാബുൽ കഹ്ഫിനെ അങ്ങനെ രക്ഷപ്പെടാമെങ്കിൽ അതുപോലൊരു വഴി നമുക്കും സ്വീകരിക്കാമല്ലോ എന്ന് സഹാബികൾക്ക് തോന്നുന്ന വിധമാണ് ഈ കഥ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതിന് എഫക്റ്റ് ഉണ്ടായി. അതുപോലെ അഹങ്കാരിയായ ഒരു തോട്ടക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഖുറൈശികൾക്ക് നല്ല താക്കീതാണ് ഉണ്ടാക്കുക, വിശ്വാസികൾക്ക് ശുഭവാർത്തയും. കാരണം അഹങ്കാരിയായ പണക്കാരനും ആത്മാർത്ഥതയുള്ള വിശ്വാസിയും തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് അള്ളാഹു ആ കഥ പറയുന്നത്. അത് ശരിക്കും മക്കയിൽ വിശ്വാസികളും അവരുടെ എതിരാളികളും തമ്മിൽ നടന്നിരുന്ന കഥയും അവരുടെ മനസ്ഥിതിയും ഒക്കെ തന്നെയാണ് ആ കഥയിലും പ്രതിഫലിക്കുന്നത്. മൂന്നാമത്തത് മൂസ ഖളിർ സംഭവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയും വലിയ സഹാബികൾക്ക് തിരിച്ചറിവുകൾ നൽകുന്ന ഒരു കഥയാണ്. അഥവാ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, നിലവിൽ നടക്കുന്നതല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തും പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ അതുപോലെ കപ്പല് കേടുവരലാണ് നല്ലത്, കുട്ടി മരിക്കലാണ് നല്ലത്, ചീത്ത നാടിനെ കുറിച്ച് നിരാശ വേണ്ടതില്ല എന്നൊക്കെയുള്ള ശുഭപ്രതീക്ഷ ഉണ്ടാക്കുന്ന തരത്തിലായിട്ടാണ് ആ കഥ പറയുന്നത്. അത് വിശ്വാസികൾക്ക് ഇപ്പോൾ നടക്കുന്നതൊന്നും കണ്ട് നാം ബുദ്ധിമുട്ടേണ്ടതില്ല, അല്ലെങ്കിൽ ദുഃഖിതരോ നിരാശരോ ആകേണ്ടതില്ല. ഒരു നല്ല നാളെ വരും, ഇപ്പോൾ സംഭവിക്കുന്ന ചിലതൊക്കെ നല്ലതിനാണ് എന്ന് വിചാരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അക്കഥ പറയുന്നത്. പിന്നീട് ദുൽഖർനൈനിയുടെ കഥ പറയുന്നത് ഇസ്ലാമിന്റെ വളർച്ചയും കൊടിനാട്ടലും അതിനെ തടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു ചേരലിനെയും ഒക്കെ കുറിച്ച് സൂചന നൽകുന്നതാണ്. പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഇത് തമ്മിൽ വലിയ ബന്ധം കാണാൻ കഴിയും. ഈ ദുൽഖർനൈനിയുടെ കഥയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയും തമ്മിൽ അതിനുമാത്രം സ്വാധീനം അവരുടെ മനസ്സിൽ അത് ചെലുത്തിയിരുന്നു എന്നാണ് ആ കഥ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഈ സൂറത്ത് മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്,
ഫി ഫിൽ ഫി യൗമിൽ ജുമുഅത്തി അല്ലാഹ ലഹു മിനൻ നൂരി മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തൈനി. ഇത് ഒരാൾ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ അവന് രണ്ട് ജുമുഅകൾക്കിടയിൽ പ്രകാശമായി തീരും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഇത് പഠിക്കുമ്പോൾ ആർക്കും മനസ്സിലാകും. വളരെ ഹൈലി മോട്ടിവേറ്റീവാണ് ഈ 4 കഥകളും. ഒന്ന്, ഇസ്ലാമിന് മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ കൊല്ലുന്ന നാട് ഒരു കാലത്ത്, പിന്നെ ഒരു കാലത്ത് അതേ നാട് ഇസ്ലാമിന് അധികാരവും സ്വാധീനവുമുള്ള, കൂടുതൽ ഈമാൻ ഉണ്ടാവാൻ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തുകൂടെ പഠിച്ചവനെ എന്ന് ചോദിക്കുന്ന ഭരണാധികാരിയുടെ കാലമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധിക്കാരികൾക്കും അഹങ്കാരികൾക്കും താക്കീതും ആത്മാർത്ഥത പുലർത്തുന്നവർക്ക് ശുഭവാർത്ത നൽകുന്നതാണ് 2ാമത്തെ കഥ. 3ാമത്തെ കഥ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടക്കുന്നതല്ല, അതിനേക്കാളും വലിയ ഖൈറ് വേറെ വരാനുണ്ട്. നടക്കുന്ന ചില ബുദ്ധിമുട്ടുകളും നല്ല ഫലങ്ങളാണ് ഉണ്ടാക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇസ്ലാമിന്റെ വിജയത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതാണല്ലോ ദുൽഖർനൈനിയുടെ കഥ. ഇതിങ്ങനെ ആനുകാലിക സാഹചര്യങ്ങളും ആധുനിക ലോകവും മുസ്ലിം ജീവിതവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കഥ വായിക്കുന്ന ഒരാൾക്ക് വല്ലാത്ത ഒരു മോട്ടിവേഷൻ കിട്ടും എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇതിന്റെ ഫضലുമായി ബന്ധപ്പെടുത്തി വേറെയും ധാരാളം ഹദീസുകൾ നമുക്ക് മുഫസ്സിറുകൾ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. സഹീഹായതും സഹീഹ് അല്ലാത്തതും സിഹത്ത് കുറഞ്ഞതുമൊക്കെ അതിൽ കാണാൻ കഴിയുന്നതാണ്. ഇതിന്റെ ആദ്യത്തെ ആയത്തുകളും ആദ്യത്തെ 10 ആയത്ത്, അതുപോലെ തന്നെ അവസാനത്തെ 10 ആയത്ത്, അത് ആര് പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഹിഫ്ളാക്കുകയാണെങ്കിൽ അവന് ഉസിമ മിന ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവൻ രക്ഷപ്പെടും അല്ലെങ്കിൽ സുരക്ഷിതനായിരിക്കും എന്ന് സഹിയായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. കാരണം മസീഹ് ദജ്ജാൽ ഈമാനിനെ തകർക്കാനാണ് ഫിത്ന ഉണ്ടാക്കുക. അതുപോലെ തന്നെ പിന്നെ അള്ളാഹ്ക്ക് സന്തതി ഉണ്ടെന്ന് പറയാനും അങ്ങനെ ആളുകളെ പറ്റിക്കാനും ഒക്കെയാണല്ലോ മസീഹ് ദജ്ജാൽ പുറപ്പെടുക. അവനെ നേരിടാനാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരിക. അത്തരം ചില വിഷയങ്ങളിലേക്ക് സൂചന നൽകുന്നതാണ് ആദ്യ ഭാഗവും അവസാന ഭാഗവും ഒക്കെ. അതുകൊണ്ട് മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് അവസാന കാലത്ത് ജീവിക്കുന്ന വിശ്വാസികൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഹ്ഫ് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഓതുകയോ ചെയ്യുന്നത് പഴയ കാലം മുതൽ തന്നെ സത്യവിശ്വാസികളുടെ പതിവിൽപ്പെട്ടതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഇനിയും അത് ഒക്കെ നിലനിൽക്കേണ്ട, കളഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട സുന്നത്തുകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ സൂറത്തുൽ കഹ്ഫ് നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു സൂറത്ത് ആയിട്ടാണ് നമുക്ക് തന്നെ അനുഭവപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രകാശം ലഭിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മുതൽ നമുക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.